ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പ്രസവ ഡേറ്റ് കഴിഞ്ഞിട്ടും ഡെലിവറി പെയിൻ വരാത്തവർക്കായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർമാർ ചെയ്യുന്ന പെയിൻ വരുത്തുവാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഗർഭകാലം എന്ന് പറയുന്നത് 40 ആഴ്ചയാണ്. ഈ ഒരു സമയമാവുമ്പോഴേക്കും മിക്ക ഗർഭിണികൾക്കും ലേബർ പെയിൻ സ്റ്റാർട്ട് ആവുന്നതാണ്. എന്നാൽ ചിലവർക്ക് 40 ആഴ്ച കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഡോക്ടർ ഒരു ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടും ഡെലിവറി പെയിൻ വരാത്തവരുണ്ടാകാം. ഇങ്ങനെ വരുമ്പോഴാണ് ഡോക്ടർമാർ ആർട്ടിഫിഷ്യൽ ലേബർ ഇൻഡ്യൂസിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രസവ വേദന വരുത്തുവാനായിട്ട്. ഇപ്പം നാച്ചുറലായിട്ട് 37-38 വീക്സ് ആകുമ്പോൾ നമുക്ക് സാധാരണ ഡെലിവറി പെയിൻ വന്ന് നമ്മൾ പ്രസവിക്കാറാണ് പതിവ്. അത് അങ്ങനെ പെയിൻ വരാത്തവർക്കാണ് ഇങ്ങനൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഡെലിവറി നടക്കുവാനായിട്ട് സെർവിക്സ് സോഫ്റ്റ് ആവുകയും ഓപ്പൺ ആവുകയും കൺട്രാക്ഷൻ സംഭവിക്കുകയും അതുപോലെ ഓട്ടോമാറ്റിക്കലി ഫ്ലൂയിഡ് ബ്രേക്ക് ആവുകയും അങ്ങനെ ലേബർ പെയിൻ വന്ന് പ്രസവം നടക്കുന്ന നോർമൽ പ്രക്രിയയാണ് നമ്മൾ പ്രസവം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു നോർമൽ പ്രോസസ്സ് ആർട്ടിഫിഷ്യലായിട്ട് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ലേബർ ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഒരു 39 വീക്ക് കഴിയുമ്പോഴാണ് ഡോക്ടർമാർ ലേബർ ഇൻഡ്യൂസ് മെത്തേഡ് യൂസ് ചെയ്യണോ എന്ന് ചിന്തിക്കാറുള്ളത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ 39 വീക്കിന് മുൻപേ തന്നെ ലേബർ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. അത് ആരിലൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് മെഡിക്കൽ കണ്ടീഷനുള്ള ഗർഭിണികൾക്ക്, അതായത് പ്രമേഹം അല്ലെങ്കിൽ BP, അതുപോലെ കിഡ്നി, ലിവർ തുടങ്ങിയവയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നേരത്തെ തന്നെ ലേബർ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. അതുപോലെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കേജ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറവാണ് ഗർഭിണികൾക്ക് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കൂടുതലാണ് എന്നുണ്ടെങ്കിലും ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ലേബർ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗർഭപാത്രത്തിലെ കുഞ്ഞിന് ഗ്രോത്ത് കുറവാണെങ്കിൽ നേരത്തെ തന്നെ പെയിൻ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ച് പ്രസവിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ഒന്നിലധികം പ്രാവശ്യം ചുറ്റിയിട്ടുണ്ടെങ്കിൽ, കുഞ്ഞിന് അനക്കം തീരെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ലേബർ നേരത്തെ തന്നെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇനി എന്തൊക്കെ മെത്തേഡുകളാണ് ലേബർ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് ഡോക്ടർമാർ ചെയ്യുന്നതെന്ന് നോക്കാം. 2 തരം മെത്തേഡുകളാണ് ഡോക്ടർമാർ യൂസ് ചെയ്യാറുള്ളത്. അതായത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മെഡിക്കൽ മെത്തേഡും രണ്ടാമത്തേത് മെക്കാനിക്കൽ മെത്തേഡുമാണ്. മെക്കാനിക്കൽ മെത്തേഡിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് മെംബ്രെയിൻ സ്ട്രിപ്പിംഗ് അല്ലെങ്കിൽ സെർവിക്കൽ സ്വൈപ്പിംഗ്. ഇതെന്ന് പറഞ്ഞാൽ 37ാമത്തെ ആഴ്ചയിലൊക്കെ ഡോക്ടർമാർ PV ചെയ്ത് നോക്കും. ആ സമയത്ത് ഗർഭാശയമുഖം വികസിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ, വിരൽ ഉപയോഗിച്ച് ഈ ഗർഭാശയമുഖത്തോട് ചേർന്ന് നിൽക്കുന്ന മെംബ്രെയിനെ പതുക്കെ അടർത്തി മാറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ബോഡിയിൽ പ്രോസ്റ്റാഗ്ലൈൻ സബ്സ്റ്റൻസ് റിലീസ് ആവുകയും ഇതുവഴി ഗർഭാശയമുഖം വികസിക്കുകയും സോഫ്റ്റ് ആവുകയും ഓട്ടോമാറ്റിക്കലി തന്നെ ലേബർ പെയിൻ സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടും ഡോക്ടർമാർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കാറുണ്ട്. നല്ല രീതിയിൽ പെയിനും കൺട്രാക്ഷനൊക്കെ വരുമ്പോൾ ആശുപത്രിയിലിട്ട് വരാനായിട്ട് പറയാറുമുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ലേബർ സ്റ്റാർട്ടാവുമെന്നല്ല, ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുക്കും ലേബർ സ്റ്റാർട്ടാവാനായിട്ട്. ഇനി അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ മെംബ്രെയിൻ റപ്ചർ ആണ്. ഗർഭാശയമുഖം വികസിച്ചിട്ടുണ്ടെങ്കിൽ അമ്നിയോട്ടമി എന്നറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ മെംബ്രെയിൻ റപ്ചർ സ്വീകരിക്കാവുന്നതാണ്. ഇത് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് മെംബ്രെയിൻ പൊട്ടിക്കുകയും ഫ്ലൂയിഡ് ലീക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുവഴി ബോഡിയിൽ പ്രോസ്റ്റാഗ്ലൈൻ സബ്സ്റ്റൻസ് റിലീസ് ആവുകയും ഓട്ടോമാറ്റിക്കലി തന്നെ ലേബർ സ്റ്റാർട്ട് ആവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലേബർ സ്റ്റാർട്ടാവും എന്നല്ല, ചിലവർക്കാണെങ്കിൽ മണിക്കൂറോളം സമയമെടുത്തിട്ടായിരിക്കും പ്രസവം സ്റ്റാർട്ടാവുന്നത്. ഇനി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് കത്തീഡ്രൽ ഉപയോഗിച്ചുകൊണ്ട് ഗർഭാശയമുഖം വികസിപ്പിച്ച് ലേബർ സ്റ്റാർട്ടാക്കുന്ന പ്രക്രിയ. ഇതിനായിട്ട് ഒരു റബ്ബർ ട്യൂബ് ഉണ്ടാവും. അതിൻ്റെ അറ്റത്തായിട്ട് ഒരു ബലൂൺ ഉണ്ടാകും. ഈ ഒരു ട്യൂബ് വജനയുടെ ഉള്ളിലൂടെ സെർവിക്സ് ക്ലോസ് ആയിട്ടുള്ള ഭാഗം വരെ ഇൻസേർട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബലൂണിലേക്ക് സലൈൻ ഇൻജെക്റ്റ് ചെയ്യും. ഈ ബലൂണ് വീർക്കുന്ന പ്രഷർ കാരണം സെർവിക്സ് സോഫ്റ്റ് ആവുകയും മെല്ലെ ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ഏകദേശം 2 to 3 സെൻറ്റിമീറ്ററോളം വികസനം വന്നു കഴിഞ്ഞാൽ തനിയെ ഈ ഒരു കത്തീഡ്രൽ, ഈ ഒരു ബലൂണ് താഴേക്ക് വീഴുന്നു. അല്ലെങ്കിൽ ഡോക്ടർമാർ നമ്മളോട് ഈ താഴേക്ക് വന്നിട്ടുള്ള ട്യൂബിൻ്റെ മോൾവശം പതുക്കെ വലിക്കാനായിട്ട് പറയും. അപ്പം നല്ലോണം വികസനം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ബലൂണ് താഴേക്ക് വീഴുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് വലിക്കാനായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 3 മെത്തേഡുകളായിട്ടുള്ള മെംബ്രെയിൻ സ്ട്രൈപ്പിംഗ്, ആർട്ടിഫിഷ്യൽ മെംബ്രെയിൻ റപ്ചർ,
പിന്നെ ബലൂൺ കത്തീഡ്രൽ. ഇതൊക്കെയാണ് മെക്കാനിക്കൽ മെത്തേഡിൽ വരുന്നത്. ഇനി അടുത്തതാണ് മെഡിക്കൽ മെത്തേഡ്. അതിൽ ഒന്നാമത്തതാണ് ഓക്സിറ്റോസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ കയ്യിലൂടെ ട്രിപ്പ് വഴി ഓക്സിറ്റോസിൻ കയറ്റി കോൺട്രാക്ഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കും. റെഗുലറായിട്ട് കൺട്രാക്ഷൻ സംഭവിക്കുന്നത് വരെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രസവം നടക്കുമെന്നല്ല. ചിലവർക്ക് 2-3 ദിവസമൊക്കെ എടുക്കും ലേബർ സ്റ്റാർട്ടാവാനായിട്ട്. ചിലവർക്കാണെങ്കിൽ മണിക്കൂറിനുള്ളിൽ തന്നെ ലേബർ സ്റ്റാർട്ടാവുന്നതാണ്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രോസ്റ്റാക്ലൈൻ വേരിയൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ഇത് നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് കഴിക്കാൻ തരും, അല്ലെങ്കിൽ വജനയിൽ ഇൻസേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ജെല്ല് പോലത്തെ രീതിയിലായിരിക്കും ഇൻസേർട്ട് ചെയ്യുക. അത് ഓരോരുത്തരുടെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഡോക്ടർമാർ ഇത് നൽകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർമാർ പ്രസവവേദന വരുത്തുവാനായിട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇൻഡ്യൂസ് ലേബർ നാച്ചുറൽ ലേബർ പെയിനിനേക്കാളും പെയിൻഫുൾ ആയിരിക്കും. നോർമൽ പെയിൻ ഡെലിവറി പ്രോസസ്സിലാണെങ്കിൽ കോൺട്രാക്ഷൻസ് വേദന വരുന്നത് പതിയെ ആയിരിക്കും. നാച്ചുറലായിട്ട് പ്രസവ വേദന വന്ന് പ്രസവിക്കുന്നതിന് നമുക്ക് അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ പ്രസവം നടക്കും വേദന വന്നിട്ട്. എന്നാൽ ആർട്ടിഫിഷ്യലായിട്ട് പ്രസവ വേദന വരുത്തുന്ന കാര്യത്തിലാവുമ്പോൾ ശരിക്കുള്ള പെയിൻ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസവം കുറച്ച് നീണ്ടു നിൽക്കുന്ന പ്രക്രിയ ആയിരിക്കും, കുറച്ചും കൂടി പെയിൻഫുള്ളായിരിക്കും. എന്നാൽ നോർമലായിട്ട് പെയിൻ വന്നിട്ടുള്ള കേസിലാണെങ്കിൽ പെട്ടെന്ന് പ്രസവം നടക്കും, അധികം പെയിൻഫുള്ളും ആയിരിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.